ശ്രീമന്നാരായണീയം ദശകം 23 ദക്ഷചരിതവും ചിത്രകേതോപാഖ്യാനവും. ശ്ലോകം 9. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത്യന്തസംഗവിലയായ ഭവത്പ്രണുന്നോ നൂനം സ്വരൂപ്യഗിരിമാപ്യ മഹത്സമാജേ. നിശങ്കമംഗകൃതവല്ലഭമംഗജാരിം തം ശങ്കരം പരിഹസന്നുമയാഭിഷേവേ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ചിത്രകേതു ഭഗവത് ഭക്തിയോടുകൂടി സുഖങ്ങളിലൊന്നും അത്യാസക്തിയൊന്നും ഇല്ലാതെ അനേക ലക്ഷം സംവത്സരം സന്തോഷവാനായിട്ട് എല്ലാ ലോകങ്ങളിലും ഭഗവാന്റെ ആ ഗുണങ്ങളെ വിദ്യാധര സ്ത്രീകളെ കൊണ്ട് യഥേഷ്ടം പാടിച്ചുകൊണ്ട് ഇങ്ങനെ ഉല്ലാസത്തോടെ സന്തോഷത്തോടെ സഞ്ചരിച്ചു. ഭഗവാൻ കൊടുത്ത വിമാനത്തിലേറി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. ഇനി ചിത്രകേതു ശ്രീ പരമേശ്വരനെ കളിയാക്കി പാർവതിയുടെ ശാപം കിട്ടുന്നവനായി തീർന്നു, അല്ലെങ്കിൽ കിട്ടിയവനായി തീർന്നു. ഇനി അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അത്യന്ത സംഘവിലയായ, ഇവിടെ വിഷയാസക്തി, വിഷയങ്ങളോടുള്ള സുഖങ്ങളോടുള്ള ഒരു ആസക്തി, ആ അമിതമായിട്ടുള്ള ആ താല്പര്യം പരിപൂർണമായിട്ട് നശിക്കുവാൻ വേണ്ടി ഈ ചിത്രകേതുവിൻ്റെ ഈ സഞ്ചാരത്തിൻ്റെ ഇടയ്ക്ക് മറ്റ് സുഖസൗകര്യങ്ങളിലേക്കൊക്കെ മനസ്സ് പോകാതിരിക്കുവാൻ വേണ്ടി, വിഷയാസക്തി പരിപൂർണമായിട്ട് നശിക്കുവാൻ വേണ്ടിയിട്ട് ഭവത് പ്രണുന്ന, അവിടുന്ന് ഭഗവാൻ പ്രണുന്ന പ്രേരിപ്പിച്ചിട്ടാവണം. ഇത് മേൽപ്പത്തൂര് പറയാണ്, ഭഗവാന്റെ പ്രേരണ കൊണ്ടായിരിക്കണം ചിത്രകേതു പരിപൂർണമായിട്ടും ആ വിഷയാസക്തി നശിച്ചവനായിട്ട് മാറണം, പരിശുദ്ധനായിട്ട് മാറണം, ഇന്ദ്രിയങ്ങളെല്ലാം അടക്കുന്നവനായിട്ട് മാറണം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ചിത്രകേതുവിനെ പ്രേരിപ്പിക്കുന്നത്. എന്ത് ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത് എന്ന് നോക്കാം. നൂനം സ, ഇവിടെ പ്രേരിപ്പിച്ചിട്ടാവണം ആ ചിത്രകേതു. സ എന്നോട് പറഞ്ഞേക്കണത് ആ ചിത്രകേതു രൂപ്യഗിരിം ആപ്യ. രൂപ്യഗിരിം എന്ന് പറഞ്ഞാൽ അത് കൈലാസമാണ്. വെള്ളിയുടെ നിറത്തില് ഇരിക്കുന്ന ആ കൈലാസം, അതാണ് രൂപ്യം എന്നിവിടെ പറഞ്ഞാൽ അത് വെള്ളി എന്നാണ് അതിന് അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ആ കൈലാസത്തില് ആപ്യ ചെന്ന് വിമാനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് ലോകം മുഴുവൻ സഞ്ചരിച്ച് നടക്കുന്ന സമയത്ത് ആ കൈലാസത്തിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ ഒരു കാഴ്ച കാണുകയാണ്. മഹത് സമാജേ, ഇവിടെ മഹത്തുക്കളുടെ, അതായത് മഹാന്മാരായിട്ടുള്ള, ഇവിടെ മഹർഷിമാരാണ്, ആ മഹർഷിമാരുടെ ആ മധ്യത്തിൽ എല്ലാവരും നിരന്നിരിക്കുകയാണ്. അവരുടെ മധ്യത്തിലായിട്ട് നിശങ്കം, ഒരു ശങ്കയും കൂടാതെ അംഗകൃത വല്ലഭം, അംഗകൃത മടിയിൽ വെച്ചിരിക്കുന്ന വല്ലഭം, വല്ലഭയെ ഭാര്യയെ, അതായത് പാർവതിയെ, അംഗജാരിം കാമാന്തകനായ, ഇവിടെ അങ്കൻ എന്ന് പറഞ്ഞാൽ കാമദേവനാണ്, ആ കാമദേവന്റെ അന്തകനായ തം ശങ്കരം, തം ആ ശങ്കരം പരമശിവനെ പരിഹസിച്ച്
ചിത്രകേതു നോക്കിയപ്പോൾ ധാരാളം എന്താ പറയണേ, മഹത്തുക്കൾ, അതായത് മഹർഷിമാരെല്ലാം നിരന്നിരിക്കുകയാണ്. അവരുടെ നടുക്കാണ് ഭഗവാൻ ഇരിക്കുന്ന സഭയിൽ. അപ്പൊ ഇവിടെ ഒരു ദിവസം ചിത്രകേതു ഇങ്ങനെ വിമാനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ കൈലാസത്തില് മഹർഷിമാരെല്ലാം നിരന്നിരിക്കുന്ന ആ സഭയില് അധ്യക്ഷ സ്ഥാനത്തായിട്ട്, അതാ മധ്യത്തിലായിട്ട് പാർവതിയെ മടിയിലിരുത്തി ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന പരമശിവനെ കാണുവാനിടയായി. മടിയിൽ പാർവതി ഇരിക്കുന്നുണ്ട്. പാർവതി ഇവിടെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് ഇരിക്കണേ എന്നാണ് ഇവിടെ പറയണത്. അങ്ങനെ ഇരിക്കുന്ന ആ പരമശിവനെ കണ്ടപ്പോൾ പാർവതി കേൾക്കെ തന്നെ ചിത്രകേതു കളിയാക്കി. ലോക ഗുരുവായിട്ടുള്ള ഈ പരമശിവൻ ഒരു നാണവും കൂടാതെ പരസ്യമായിട്ട് ഭാര്യയെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ. ഒരു വിവരമില്ലാത്തവർ പോലും, അതായത് പ്രാകൃതന്മാരായിട്ടുള്ളവർ പോലും ഇങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി. ഇത് കേട്ടപ്പോൾ പരമശിവൻ ഒന്ന് പതുക്കെ പുഞ്ചിരി തൂകി, ഒന്നും മിണ്ടിയില്ല. പക്ഷേ പാർവതിക്കത് സഹിച്ചില്ല. അപ്പൊ എന്താ പറ്റിയത്? പാർവതി വല്ലാതെ കോപിച്ച് ചിത്രകേതുവിനെ ശപിച്ചു, ഇവനൊരു അസുരനായി പോകട്ടെ എന്ന്. ഉമയാൽ, പാർവതിയാൽ, അഭിഷേപേ, ശപിക്കപ്പെട്ടു. ഇപ്പൊ ഇവിടെ പാർവതിയാൽ ശപിക്കപ്പെട്ടു ചിത്രകേതു. ചിത്രകേതു അസുരനായി പോകട്ടെ എന്ന് പാർവതി ശപിച്ചു. പാർവതിയുടെ ശാപമേറ്റ ആ ചിത്രകേതുവാണ് പിന്നീട് വൃത്രാസുരനായി തീർന്നത് എന്നാണ് പറയപ്പെടുന്നത്. വൃത്രാസുരനായിട്ട് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.